നോത്തി അത്യന്തം ദുഃഖകരമായ മരണമാണ്. ഷഹബാസിൻ്റെ ഇൻക്വസ്റ്റ് അല്പസമയത്തിനകം ആരംഭിക്കും. താമരശ്ശേരി പോലീസ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. എന്തായാലും ഏറ്റവും പുതിയ വിവരമായി നമുക്ക് നൽകാനുള്ളത് ഈ വിദ്യാർത്ഥികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തി എന്നുള്ളതാണ്. ഷഹബാസിൻ്റെ മരണത്തിന് തൊട്ടു പിന്നാലെ ഇന്നലെയൊക്കെ വധശ്രമം, അതുപോലെ ഈ സംഘം ചേർന്നുള്ള ആക്രമണം എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥികളെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കി രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയക്കുകയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നു. 11 മണിക്ക് ഇവരെ ഈ വിദ്യാർത്ഥികളെയും കൊണ്ട് നിലവിൽ 5 പേരാണ്. അവരെ വീണ്ടും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കുമെന്ന് കൂടിയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. CCTV ദൃശ്യങ്ങളൊക്കെ കൂടുതലായി പരിശോധിച്ചു വരികയാണ്. 5 വിദ്യാർത്ഥികൾ മാത്രമല്ല ആ സംഘർഷത്തിൻ്റെ ഭാഗമായത് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് കൂടുതൽ പേരെ കേസിൽ പ്രതികളാക്കുന്ന കാര്യം പരിശോധിച്ച് അന്വേഷിച്ചു വരുന്നു എന്നാണ് താമരശ്ശേരി പോലീസ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം, കൃത്യമായ ആസൂത്രണമാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമായി കഴിഞ്ഞതാണ്. ഈ ഇൻസ്റ്റഗ്രാം വഴിയുള്ള ചാറ്റും ശബ്ദ സന്ദേശങ്ങളുമൊക്കെ അതിൻ്റെ തെളിവാണ്. ആയുധം കൂടി ഉപയോഗിച്ച് ആണ് ഈ ആക്രമണം നടത്തിയതെന്ന് കൂടി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നഞ്ചക്കാണ്, കരാട്ടയിലൊക്കെ സാധാരണയായി ഉപയോഗിക്കുന്ന നഞ്ചക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഷഹബാസിൻ്റെ തലയ്ക്ക് അടിയേറ്റിട്ടുള്ളതെന്ന് സ്ഥിരീകരിച്ചു. വിദ്യാർത്ഥികളുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഈ കസ്റ്റഡിയിലെടുത്തവരോട് കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷമാണ് പോലീസ് ഇക്കാര്യവും ഉറപ്പിച്ചിട്ടുള്ളത്. ഏതായാലും കൂടുതൽ പരിശോധന, ഈ ഷഹബാസിൻ്റെ പിതാവ് പറഞ്ഞിരുന്നത് ഈ വിദ്യാർത്ഥികൾ മാത്രമല്ല മുതിർന്ന ആളുകളും സംഘർഷത്തിൻ്റെ ഭാഗമായി, അതായത് താമരശ്ശേരിയിൽ നിന്ന് വന്ന സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരം മുതിർന്ന ആളുകൾ കൂടി വന്നിരുന്നു എന്നുള്ളതാണ്. അക്കാര്യം എല്ലാം പരിശോധിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ CCTV ദൃശ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ദൃക്സാക്ഷികളിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ മുതിർന്ന ആളുകൾക്ക് ഇതിൽ പങ്കില്ല എന്നാണ് പ്രാഥമികമായ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുക എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും ആ മേഖലയിൽ വിദ്യാർത്ഥികൾ തമ്മിൽ തുടർച്ചയായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഇതിനകം തന്നെ ഉറപ്പായതാണ്. ഇനിയെങ്കിലും ഇത്തരം വിഷയങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളാണ് വേണ്ടത്. ഇനി എങ്ങനെയാണ് ഈ കുട്ടികളോട് ഈ നിയമ നടപടികൾ കുട്ടികൾക്കെതിരെ സ്വീകരിക്കുക? കുട്ടികളെ വീണ്ടും കസ്റ്റഡിയിലെടുക്കുമോ? കാരണം അവർ ഇപ്പോൾ ഈ ജുവനൈൽ ജസ്റ്റിസ് കമ്മീഷന് മുന്നിൽ ഹാജരായ ശേഷം അവരുടെ മാതാപിതാക്കൾക്കൊപ്പം തിരികെ വിട്ടിരിക്കുകയാണല്ലോ. അതെ, പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്, 15 വയസ്സുകാരാണ്. അതുകൊണ്ടാണ് ഈ വധശ്രമം ചുമത്തിയ സമയത്ത് അവരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കി രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയച്ചത്. എന്തായാലും കൊലക്കുറ്റം ചുമത്തിയത് കൊണ്ട് തന്നെ 11 മണിക്കിന്ന് വീണ്ടും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കുകയാണ്. അതിനുള്ള നോട്ടീസ് പോലീസ് നൽകിയിട്ടുണ്ട്. ജസ്റ്റിസ് ബോർഡിൻ്റെ തീരുമാനമാണ്. അതിന് അനുസരിച്ച് തുടർ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് മോത്തി പോലീസ് അറിയിച്ചിട്ടുള്ളത്. ബാക്കി നിയമപരമായ കാര്യങ്ങൾ, കൊലക്കുറ്റം ചുമത്തിയതാണ്, പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്, ബാക്കി തുടർ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് പോലീസുമായി കൂടുതൽ സംസാരിക്കേണ്ടിയിരിക്കുന്നു. താമരശ്ശേരി ഇൻസ്പെക്ടർ തന്നെ ഇൻക്വസ്റ്റ് നടത്തുന്നതിൻ്റെ ഭാഗമായി മോർച്ചറിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ആ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബന്ധുക്കൾ ആരെങ്കിലും ഒക്കെ ആശുപത്രിയിലുണ്ടോ രാഹുൽ? ഇപ്പോൾ കുട്ടിയുടെ അടുത്ത ബന്ധുക്കളില്ല. രാത്രി തന്നെ ഉപ്പയും ഉമ്മയും ഇവിടെ നിന്ന് പോയിരുന്നു. മറ്റു ബന്ധുക്കളുടെ ഒപ്പമാണ് പോയത്. അതായത് കുട്ടിയെ തിരിച്ച് കിട്ടുന്നതിനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ഡോക്ടർമാർ അറിയിച്ചതിന് പിന്നാലെ അവർ ഇവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് മടങ്ങിയിരുന്നു. ഏതായാലും അയൽവാസികളും അതുപോലെ കുറച്ച് അകന്ന ബന്ധുക്കളും ഒക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ നമുക്ക് പ്രതികരണം തേടാവുന്ന ഒരു സ്ഥിതിയിലല്ല എന്നതാണ്. മൊത്തം അല്പസമയത്തിനകം അവരോട് ചോദിച്ച് കൂടുതൽ കാര്യങ്ങൾ, പ്രതികരണമൊക്കെ തേടാൻ കഴിയും എന്നുള്ളതാണ്. അടുത്ത ബന്ധുക്കൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഒരു പക്ഷേ പ്രതികരിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലുമായിരിക്കില്ല എന്ന് മനസ്സിലാക്കുന്നു.